നമസ്കാരം. സ്പ്രൗട്ട്സ് കഴിക്കാൻ പൊതുവേ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നല്ല മടിയാണ്. അപ്പോൾ ഇത് സാലഡായിട്ട് കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷേ അതിൻ്റെ ആ റോ ടേസ്റ്റ് കാരണം പലപ്പോഴും നമുക്കത് കഴിക്കാൻ തോന്നാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് സ്പ്രൗട്ട്സ് വെച്ചിട്ടുള്ള ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് വലിയവർക്കാണെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് കുട്ടികളെ തന്നെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിംഗർ ഫുഡിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് റവ കോട്ടിങ് അവോയ്ഡ് ചെയ്യേണ്ടവർക്ക് അതും അവോയ്ഡ് ചെയ്തിട്ട് ഇത് ചെയ്തെടുക്കാം. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് സ്പ്രൗട്ട്സ് ആണെന്നൊന്നും മനസ്സിലാവില്ല കുട്ടികൾക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. പയർ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് മുളപ്പിച്ച പയറാണുള്ളത്, ചെറുപയർ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ചെറുതായിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം, അരച്ചെടുക്കണ്ട കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ചെറുതായിട്ടൊന്ന് ആ പൾസ് ബട്ടൺ ഒന്ന് അമർത്തി എടുത്തതേ ഉള്ളൂ, അല്ലാണ്ട് അങ്ങോട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളൻകിഴങ്ങ്. ഇതിപ്പോൾ ഒരു വലിയ ഉരുളൻകിഴങ്ങായിരുന്നു, അതുകൊണ്ട് ഞാനിത് പകുതി എടുത്തിട്ടുള്ളൂ, പുഴുങ്ങി വെച്ചതാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഉടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉരുളൻകിഴങ്ങാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. ഇത് ഞാനൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഞാനപ്പോൾ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അടിച്ച് മാറ്റി വെച്ച ചെറുപയർ. വെള്ളമൊന്നും ചേർക്കാണ്ടാണ് ഇത് അടിച്ചെടുത്തത്. അതിൽ തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും നമ്മൾ ചെറുതായിട്ടൊന്ന് അടിക്കുമ്പോൾ. വേറെ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അടിക്കാനായിട്ട്. ഇത് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു കഷ്ണം, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർക്കേണ്ടവർക്ക് കുരുമുളക് പൊടിയും ചേർക്കാം. ഞാൻ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കടലമാവ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കൈകൊണ്ട് തന്നെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണം തോന്നുകയാണെങ്കിൽ ഇത്തിരി കൂടി കടലമാവ് ചേർത്ത് കൊടുക്കാം ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട്. ഷേപ്പ് ചെയ്ത് നോക്കുക, ഷേപ്പ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ബൈൻഡിങ് കുറവാണെങ്കിൽ കുറച്ചും കൂടി കടലമാവ് ചേർത്ത് കൊടുക്കുക. ഞാനിതുപോലെ ഫിംഗേഴ്സ് ആയിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. കട്ട്ലറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അല്ലാണ്ട് കട്ടി കുറഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അധികം കട്ടി കുറയ്ക്കാൻ നിൽക്കണ്ട. ഇതുപോലെ ഞാനെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കട്ടെ. ഞാനിപ്പോൾ ഇതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലും വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് പിടിച്ച് കഴിക്കാൻ ഇങ്ങനെ ആകുമ്പോഴാവും എളുപ്പം. അതാണ് ഞാൻ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയത്. ഇത് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മളിത് കോട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഞാനിത് കോട്ട് ചെയ്യാനായിട്ട് കുറച്ച് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ മാത്രമായിട്ട്. ഇങ്ങനെ എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് വറുത്തെടുക്കാനായിട്ട്. ഞാനെല്ലാം ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുക്കിയെടുക്കണ്ടെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് അതുപോലെ തന്നെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികളെ കഴിപ്പിക്കാനായിട്ട് ഇങ്ങനെ റവയിൽ മുക്കിയെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആവും. അപ്പോൾ അവർ കഴിക്കാൻ ചാൻസ് കൂടും. അതാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിന്ന് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചേർക്കണേ. അപ്പോൾ ഇത് താഴെ പിടിക്കാതിരിക്കാനുള്ള ആവശ്യത്തിനുള്ള എണ്ണ ചേർത്താൽ മതി. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഓരോന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇതിപ്പോൾ ചെറുതായി ആയി തുടങ്ങി. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കണേ. നമുക്ക് പതുക്കെ ഓരോ സൈഡായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. റവയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ മല്ലിയില പുതിനയില ഒക്കെ മിക്സ് ചെയ്തിട്ട് അത് കോട്ട് ചെയ്തിട്ട് അങ്ങനെയും വറുത്തെടുക്കാം. പക്ഷെ അതൊന്നും കുട്ടികൾ കഴിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ റവ ചെയ്തത്. ഇപ്പം വലിയവർക്കാണെങ്കിൽ റവ ഒഴിവാക്കിയിട്ട് അല്ലാതെയും കട്ട്ലറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ റവ നമ്മുടെ ബ്രൗൺ കളർ ആവില്ല. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബ്രൗൺ കളർ ആവുള്ളൂ. ലൈറ്റ് ബ്രൗൺ, അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഒഴിച്ച ആ ഒരു എണ്ണ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തില്ല. ആ എണ്ണയിലിട്ടിട്ട് തന്നെയാണ് ഇത് വറുത്തെടുത്തത്. റവ ആയതുകൊണ്ട് പെട്ടെന്ന് എണ്ണ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ അടി പിടിക്കാത്ത പാത്രം എടുക്കുകയാണ് നല്ലത് വറുത്തെടുക്കാനായിട്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എന്തായാലും കുട്ടികൾക്ക് കഴിക്കാൻ തോന്നും. ഇത് സോസിൻ്റെ കൂടെ എങ്ങാനും മുക്കി കഴിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടും. പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.